കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഗ്രാമം നഗരമായി മാറുകയും നിശബ്ദത അട്ടഹാസമായി തീരുകയും ചെയ്യുന്ന നഗരവൽക്കരണത്തിന്റെ അതിവേഗ എക്സ്പ്രസ് വണ്ടൂരിന്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയും അതിന്റെ പാളങ്ങൾ ഉറപ്പിച്ച് കടന്നുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടവഴികളും നടപ്പാതകളും വളരെ പെട്ടെന്ന് തന്നെ ഹൈവേകളും രാജവീഥികളുമായി തീരുമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഗ്രാമീണതയും ഹരിത ഭംഗികളും നെൽപ്പാടങ്ങളും പുഴകളും നീർച്ചാലുകളും കുളങ്ങളും പരമ്പരാഗത കാർഷിക ശീലങ്ങളും കൈവിരലിനിഴകളിലൂടെ ഊർന്നുപോകാതെ പിടിച്ചു നിർത്താനുള്ള കരുത്തും മനോബലവും ആർജിച്ചെടുത്തുകൊണ്ട് കൃഷിഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. നഗരജീവിതത്തിന്റെ പുളകങ്ങളിൽ അഭിരമിക്കുമ്പോൾ ഗ്രാമങ്ങളുടെ പിടച്ചിലുകൾ കാണാൻ ആർക്കാണ് സമയമുള്ളത്? വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി സമയം നീക്കിവെക്കുകയാണ്. ഗ്രാമവും ഗ്രാമീണതയും ഹരിതാപമായ കാർഷിക ഭംഗികളും പ്രശാന്തതയുടെ പുത്തൻ പ്രഭാതങ്ങളും വീണ്ടെടുക്കുവാൻ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ കൃഷിയിടങ്ങളിലേക്ക് നയിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്നു. പ്രസിഡന്റിന്റെ പ്രഭാതങ്ങൾ പുലരുന്നത് തന്റെ കൃഷിഭൂമിയിലെ മഞ്ഞുതുള്ളികൾക്കൊപ്പമാണ്. കൃഷിയാണ് എൻ്റെ മുഖ്യ തൊഴിൽ. രാവിലെ അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്തിട്ട് ഞാൻ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ പോകാറുള്ളൂ. അതായത് മണ്ണിനോട് ബന്ധപ്പെട്ട് ജീവിക്കണ ആൾ എന്നുള്ളവർക്ക് മണ്ണിൽ അതെന്തായാലും മോശം വരില്ല. നമ്മൾ മണ്ണിൽ അധ്വാനിക്കുന്നതിന് അതിൻ്റെ നല്ല പ്രതിഫലം കിട്ടും. അതാണ് നമ്മളെ ജീവിതമാർഗം. ഞങ്ങൾ ഈ ഭൂമിയൊക്കെ പാട്ടഭൂമിയാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലുടനീളം അഭൂതപൂർവമായ ഒരു കാർഷിക മുന്നേറ്റം ഇപ്പോൾ ദൃശ്യമാണ്. മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും കമ്പ്യൂട്ടറും കാറും കോൺക്രീറ്റ് സൗധങ്ങളും മാത്രം പോരെന്നും നെല്ലും പഴവും പച്ചക്കറികളും കൂടി ഉണ്ടെങ്കിലേ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ശരീരം ബാക്കിയുണ്ടാവുകയുള്ളൂവെന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പരമ്പരാഗതമായ കാർഷിക ശീലങ്ങളിലേക്കും കൃഷിഭൂമിയിലേക്കും മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ.
ശോഭനമായ ഒരു കാർഷിക ഭാവി ഈ ഗ്രാമപഞ്ചായത്തിനും അതുവഴി നമ്മുടെ നാടിനും നാട്ടാർക്കും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.